കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം. ഞാൻ എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. കാലത്ത് എൻ്റെ ഓട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം മിഷീനൊക്കെ കഴുകി അതൊക്കെ മൂടി വയ്ക്കുകയാണ് കേട്ടോ. ഇതിവിടെ അടുത്തൊരു കടയിൽ കൊടുക്കാനുള്ളതാണ് കേട്ടോ. പത്തിരിക്ക് വന്നിട്ട് അത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാനും. പിന്നെ ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചപ്പാത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനൊക്കെ ഞാൻ പരത്തിയിട്ട് ഒപ്പം ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുക. പരത്തുന്നതിൻ്റെ ഒപ്പം തന്നെ അത് ചുട്ടെടുക്കും. പിന്നെ കൂട്ടുകാരെ, ഞാൻ 2 ദിവസം വീഡിയോസ് ഒന്നും ഇടാണ്ടിരുന്നത് മോൾക്ക് പനിയാണ് കേട്ടോ. അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോക്കും. പിന്നെ എനിക്ക് കാലത്തും വൈകുന്നേരത്തൊക്കെ ഓർഡർ ഉണ്ടാവും, അതിൻ്റെ തിരക്ക്. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനെന്നുള്ള സമയം കിട്ടാറില്ല കേട്ടോ. ഞാനൊന്ന് ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. മോനൊന്ന് ട്യൂഷന് പോയിട്ടില്ല കേട്ടോ. മോനൊന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലത്തെ കടലക്കറി ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അതെടുത്ത് ചൂടാക്കി അവനൊക്കെ കഴിക്കാൻ കൊടുത്തു. അവനും ഫ്രണ്ടും കൂടി ഇതാ പോവുകയാണ്. അങ്ങനെ അവനൊക്കെ പോയതിന് ശേഷം ഞാനിതാ ചപ്പാത്തിക്ക് കറിയുന്ന ഇഷ്ടം കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇസ്റ്റ് പിന്നെ ഉണ്ടാക്കാനും എളുപ്പമാണല്ലോ. ഞാനിതാ എല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതവിടെ വേവാൻ വെച്ചിട്ട് ഞാനിതാ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തുടച്ച് മുറ്റൊക്കെ ഒന്ന് അടിച്ചെടുക്കാൻ പുറത്തിറങ്ങിയേക്കാണ് കേട്ടോ. ഇക്കാതെ ചെറിയൊരു ഓട്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇക്കതാ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. ഇക്ക പോയതിന് ശേഷം ഞാനിതാ വേഗം അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇവിടെയൊക്കെ കാലത്ത് വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്ത് പോകുമ്പോൾ ചൂല് കാണാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ. അതുകൊണ്ട് അവർ പോയതിന് ശേഷം ആട്ടാ മുറ്റൊക്കെ അടിക്കുള്ളൂ. അങ്ങനെ എൻ്റെ പുറത്തെ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതാ ഇസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനൊന്ന് താളിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇക്കയും വന്നിട്ടുണ്ട്. പിന്നെ ഇതാ കട്ടൻ ചായയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ചായ കുടിക്കാനിരിക്കുകയാണ്. മോളുണ്ട് കേട്ടോ ഇവിടെ. മോൾക്ക് പനിയായതുകൊണ്ട് അവൾ കോളേജിൽ പോയിട്ടില്ല. അവൾക്കുള്ളത് റൂമിൽ കൊണ്ടു കൊടുക്കുക കേട്ടോ ചെയ്ത്. പിന്നെ ഞാൻ ഇക്കയും കൂടി ഇതാ കഴിക്കുകയാണ്. കഴിക്കലായി കഴിഞ്ഞ് ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അവിടേക്കൊന്ന് തുടച്ചെടുക്കുകയാണ്. തുടക്കലായി കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് ആ ചോറ്റിനുള്ള തീയൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കൊക്കെ പുറത്ത് പോയിട്ട് വരുമ്പോൾ ആ കറി വയ്ക്കാനൊക്കെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പച്ചക്കറി തന്നെയാണ് കേട്ടോ വിളിച്ചിട്ട് വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇറച്ചി മീൻ മുട്ടയൊന്നും കഴിക്കാൻ പറ്റാൻ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കറി വയ്ക്കാൻ ഇതാ തുവരയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ ഞാനിതാ പെറുക്കി ഒരു മുറത്തിലേക്ക് ഇടുകയാണ്. ഇനി ഇമ്മാനത്ത് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക തൊലിച്ച് തരാൻ. തുവരക്കനൊക്കെ എടുത്തിട്ട് ഞാനിത് അമ്മാനത്ത് കൊണ്ടുകൊടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഉള്ളൊക്കൊന്ന് തുടച്ചെടുക്കുകയാണ്. കേട്ടോ അവിടെ നിന്ന് സിനിമ കാണുന്നത്. അങ്ങനെ എൻ്റെ തുടക്കലായി കഴിയുമ്പോഴേക്കും ഇത് അമ്മ തുവരക്കനൊക്കെ തൊലിച്ചുകൊണ്ടും തന്നിട്ടുണ്ട്. ഇനി ഞാനിതിനെ കറി വയ്ക്കാൻ പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഇതാ പൊടി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അരിനൊക്കെ ഒന്ന് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ മില്ലിക്ക് കൊടുത്തു വിടണം. പിന്നെ തുവരയ്ക്ക കറി, ബീൻസും ക്യാരറ്റും കൂടി ഉപ്പേരി, കപ്പയ്ക്ക അച്ചാർ. ഇതാണ് കേട്ടോ എൻ്റെ കറികൾ. തുവരയ്ക്ക വെവാൻ ഞാൻ ഇതാ മൺചട്ടിയൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തുവരയ്ക്കനൊക്കെ വെവാൻ വെച്ചിട്ട് ഞാൻ ഉപ്പേരിക്കുള്ളതും അച്ചാറിനുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മുടെ തുവരയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. തക്കാളിയും പച്ചമുളകും സബോളയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. 2 തണ്ട് കറുവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പുറത്തെ അടുപ്പിൽ ഞാനിതാ ഉപ്പേരിക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കണുണ്ട്. തേങ്ങയൊക്കെ ഞാനിതാ ചെറിയ എടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഒന്ന് ഇനി അരച്ചെടുക്കണം. അപ്പോഴേക്കും ഉപ്പേരി വന്നു വന്നിട്ടുണ്ട്. അതിനൊന്ന് താളിക്കാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കണുണ്ട്.
അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുക്കാം. പുളി കൂടാൻ പറ്റില്ല കേട്ടോ, പാകത്തിന് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. കറിയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഞാനിതാ അതിലേക്കുള്ള താളിപ്പൊന്ന് റെഡിയാക്കുന്നുണ്ട്. ഒരു ചീനച്ചട്ടിയിലോട്ട് ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിച്ചതിന് ശേഷം ചെറിയുള്ളിയും കറുവേപ്പിൻ്റെയിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ തുവരയ്ക്കറിയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അങ്ങനത്തെ കറി? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ വാപ്പാക്കും ഉമ്മാക്കുള്ള കറിയൊക്കെ ഒന്ന് കൊണ്ടു കൊടുക്കുകയാണ്. ഒരു നേരത്തെ കഴിക്കും കേട്ടോ. അങ്ങനെ എൻ്റെ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. തുവരയ്ക്ക കറിയും ബീൻസും ക്യാരറ്റും കൂടി ഉപ്പേരിയും അച്ചാറും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അച്ചാർ ഇടുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. വേണ്ടവർ കമൻറ്റ് ചെയ്താൽ ഞാൻ ഇടാം കേട്ടോ അതിൻ്റെ റെസിപ്പി. ചോറും കറിയൊക്കെ ആയതിനു ശേഷം ഇതാ കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ കഴുകിയെടുത്ത് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അവിടേക്ക് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഞാനിതാ മോൾക്ക് കഴിക്കാനുള്ളത് കൊടുക്കുകയാണ്. എനിക്ക് വണ്ടിയിൽ എന്തോ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ കഴിക്കുള്ളൂ. അങ്ങനെ എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇക്കാനെ വിളിക്കാണ് കേട്ടോ ഊണ് കഴിക്കാൻ. മഴ വരുന്ന പോലെ ഉണ്ട് കേട്ടോ, നല്ല മഴക്കാറുണ്ട്. പിന്നെ ഞങ്ങളിതാ രണ്ടാളും കൂടെ ഊണ് കഴിക്കാൻ കേട്ടോ. ഇത്രയൊക്കെയല്ലോ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ഞാൻ ഇനി വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.